ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോ മലയാളം നോക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചിക്കൻ ടിക്ക ഉണ്ടാക്കുന്നതാണ്. ഈ വീഡിയോ കാണാനായിട്ട് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ട് കാണുന്ന ബെല്ലേക്ക് കൂടി അനബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തിച്ചേരും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിതിന് ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ ബോൺലെസ് എടുത്തിട്ടുണ്ട് 1/2 കിലോ. പിന്നെ നമുക്ക് വേണ്ട ഇതുപോലെ ഒരു പാത്രമാണ്. ഇതിലേക്ക് നമ്മൾ തൈര് ഒരു പാത്രത്തിലെടുത്തിട്ട് അതിൻ്റെ പകുതി ഒരു 3 ടീസ്പൂണോളം വരും തൈര് ഒഴിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊരു 1.5 ടീസ്പൂൺ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഗരം മസാല 1.5 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ 1.5 സ്പൂണ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടി 1.5 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ചെറുതായിട്ട് അരിഞ്ഞത് ഒരു 5 പീസ് ഉണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുനാരങ്ങ നീരാണ്, ഒരു ചെറുനാരങ്ങയുടെ പകുതിയാണ്, അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് ഓയിലാണ്. ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1.5 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് ക്യാപ്സിക്കം 2 എണ്ണം ഇങ്ങനെ കഷ്ണങ്ങളായി മുറിച്ചത്, സവോള 2 എണ്ണം ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചത്. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്ത് വെച്ച ഈ മസാലയിലേക്ക് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ ബോൺലെസ് ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം, സവാള ഇവ രണ്ടും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ 1/2 കിലോൻ്റെ ചിക്കനാണ്, അതിന് ഇത്രയും മതി. കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ക്യാപ്സിക്കവും സവാളയും ആഡ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു 2 കമ്പിയാണ്. നമ്മൾ ചിക്കൻ കോർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കമ്പി. നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 30 മിനിറ്റ് നമ്മൾ ഇത് റെസ്റ്റിന് വയ്ക്കണം. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമുക്കിത് ഗ്രിൽഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോഴതിൽ മസാലയൊക്കെ നന്നായി പിടിക്കുള്ളൂ. അപ്പോഴേക്കും നമുക്കൊരു അടുപ്പ് സെറ്റപ്പ് ആക്കാം. നമുക്കിതിലേക്ക് കുറച്ച് കരി ഇട്ട് കൊടുക്കാം. അടുപ്പ് കത്തിക്കാൻ വേണ്ട കരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അടുപ്പൊന്ന് കത്തിക്കാം. ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞു. നമുക്ക് ചിക്കൻ ഈ കമ്പിയിലേക്ക് ഓരോന്നായി കോർത്ത് കൊടുക്കാം. ഇതാണ് സാധനം. ഇത് നമുക്കിനി ഗ്രിൽഡ് ചെയ്തെടുക്കണം. അടുപ്പ് സെറ്റപ്പായി വരുന്നത് നമുക്ക് ഗ്രിൽഡ് ചെയ്ത്
നമ്മുടെ അടുപ്പൊക്കെ സെറ്റപ്പായി. നമുക്ക് ഗ്രിൽ ചെയ്യാനുള്ളൊരു കമ്പി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ചിക്കനെ ഗ്രിൽ ചെയ്തെടുക്കാം. നല്ല ചൂടുണ്ട്. ഇനി ഇത് നമുക്കിങ്ങനെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ചിടണം. 2 സൈഡും വേവണം. കറക്റ്റ് വേവാവുള്ളൂ. ഒരു സൈഡ് തന്നെ ഇട്ടാൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ വെച്ചിട്ട് 20 മിനിറ്റോളം കഴിഞ്ഞു. നമ്മുടെ ഗ്രിൽഡ് ഏകദേശം കുക്കഡായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇറക്കി വയ്ക്കാം. ഗൈസ്, നമ്മുടെ സംഭവം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എന്നാൽ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ചിക്കൻ ടിക്ക ഉണ്ടാക്കുക. ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത്. ഒന്ന് ടേസ്റ്റ് നോക്കണം. സൂപ്പർ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ചിക്കൻ ടിക്ക. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യാൻ പോകും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ട് കാണുന്ന ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരും. അപ്പോൾ വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാം.